പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരു നല്ലതും സംഭവിക്കുന്നില്ല, ഒരു നന്മയ്ക്കും നമ്മൾ വഴി തുറക്കുന്നില്ല എന്നുള്ളത്. പരാതികളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ശരിയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. ഭർത്താവിനുള്ള കുറവുകൾ, ഭാര്യയ്ക്കുള്ള കുറവുകൾ, മക്കൾ അനുസരിക്കാത്തത്, മാതാപിതാക്കളുടെ കുറവുകൾ, നമ്മളുടെ വൈബിനൊത്ത് വരാത്തത്, ഇങ്ങനെ തളർന്നു കിടക്കുന്ന അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഭർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഓർക്കുന്നേ. കരം കൂപ്പി കണ്ണ് നിറഞ്ഞു നിൽക്കാനും മാത്രം അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും ഈ കുടുംബത്തിൽ നമ്മൾക്ക് സ്നേഹമായും കരുതലായും ഒക്കെ വാത്സല്യമായും ഒക്കെ കിട്ടിയിട്ട് നമുക്ക് പിന്നെയും പരാതി പറയാനേ ഉള്ളൂ. ഭർത്താവേ, അങ്ങ് തന്ന ഈ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ കരം ചേർത്ത് പിടിച്ചിരുന്ന് നന്ദി പറയാം. പരസ്പരം ഇങ്ങനെ അങ്ങ് തന്ന ഈ സ്നേഹത്തിനെ ഓർത്ത്, ഇപ്പോഴും ഒന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നതിനെ ഓർത്ത്, പരസ്പരം ഇങ്ങനെ അകന്നു പോവാതെ ജീവിക്കാൻ പറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയാനാണെങ്കിൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ എന്ന് ഒരാൾ അത് ആ വരി എഴുതുമ്പോൾ ഒരു കുടുംബത്തെ കണ്ടിട്ടായിരിക്കും അത് എഴുതിയിരിക്കുന്നതെന്നത്. ശരിക്കും അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തമ്പുരാനെ, നന്ദിയോടുകൂടെ ആയിരിക്കും. അങ്ങ് തന്ന ഈ വലിയ കുടുംബം എന്ന് പറയുന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു ജീവിക്കാം. ഇവിടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ ബന്ധങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കും. എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞതയുള്ളവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. വചനം അപ്പസ്തോലനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, എല്ലാ കാര്യങ്ങളിലും കർത്താവിന് കൃതജ്ഞത പ്രകാശിക്കും. അങ്ങനാണെങ്കിൽ ഈ കുടുംബം എന്ന് പറയുന്ന മഹാദാനത്തെ ഓർത്ത്, വലിയ സമ്മാനത്തെ ഓർത്ത് നമുക്കൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങാം. ഉള്ളു നിറഞ്ഞ കൃതജ്ഞതയോടുകൂടെ ഈ കുടുംബത്തെ മുഴുവനും ഈശോയുടെ പാദാന്തികത്തിലേക്ക് സമർപ്പിച്ചു വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൃതജ്ഞതയോടും കൂടി അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കും.